Next question, obtain the binding energy in mega electron volt of a nitrogen nucleus N714 where mass of the nitrogen nucleus is 14.00307 atomic mass unit. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം റഫ്ലി ഒരു സിംഗിൾ പ്രോട്ടോണിൻ്റെ മാസ് അല്ലെങ്കിൽ സിംഗിൾ ന്യൂട്രോണിൻ്റെ മാസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ബൈൻഡിങ് എനർജി കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലോ. ബൈൻഡിങ് എനർജി കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ബൈൻഡിങ് എനർജി കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മാസ് ഡിഫക്റ്റ് കാണണം. അതെന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ? അത് ഡൗട്ട് ഉണ്ട്, മാസ് ഡിഫക്റ്റ് ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ആദ്യം കണ്ടിട്ട് ഇതിലോട്ട് വരാം. ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് കാണണമെങ്കിൽ ആദ്യം തന്നെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. ഡെൽറ്റ എം എന്ന് പറയും. ഇതിനൊരു ഫോർമുല ഉണ്ടല്ലോ, മാസ് ഡിഫക്റ്റ് ഓഫ് നൈട്രജൻ ന്യൂക്ലിയസ്. എന്താ ഫോർമുല? ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കാനുള്ളതാണ്. ZMP. ഇതിൽ ഓരോ ലെറ്റർ എന്താണെന്ന് പറഞ്ഞുതരാം. A-Z minus mass of the given nucleus N714. ഇങ്ങനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. Z പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ 7. ഈ താഴെ വരുന്നതാണല്ലോ Z. 7 × MP. 7 × MP. MPയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇത് എഴുതി കഴിഞ്ഞിട്ട്. A - Z, അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. A - Z എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് അത്ര ഓർത്താൽ മതി. A - Z 14 - 7 7 ആണ്. ഇൻറ്റു Mn മാസ് ഓഫ് ദ ന്യൂട്രോൺ മൈനസ് മാസ് ഓഫ് നൈട്രജൻ ന്യൂക്ലിയസ്. ഇതാണ് മാസ് ഡിഫക്റ്റ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ MP മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും ക്വസ്റ്റിൽ തരും. നമ്മളത് ബൈ ഹാർട്ടാക്കേണ്ട ആവശ്യമില്ല. പ്രോട്ടോണിന് എത്ര മാസ് ഉണ്ട്, ന്യൂട്രോണിന് എത്ര മാസ് ഉണ്ട്, നമ്മളത് ബൈ ഹാർട്ടാക്കേണ്ട ആവശ്യമില്ല. അത് ക്വസ്റ്റിൽ തരുന്നതാണ്. ആ വാല്യൂ ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അത് ക്വസ്റ്റിൽ തരും. ഞാൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 7 × MP. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ പ്രോട്ടോൺ. എല്ലാം ആറ്റോമിക് മാസ് യൂണിറ്റിലാണ് തരാറ് മിക്കവാറും. എല്ലാ ക്വസ്റ്റിനും അങ്ങനെ തരാറ്. മാസ് ഓഫ് ദ പ്രോട്ടോൺ ഈസ് ഗിവൺ ആസ് 1.00783 തന്നിട്ടുണ്ടാവും. ദാറ്റ് മച്ച് ആറ്റോമിക് മാസ് യൂണിറ്റ്. അവസാനം അത് എഴുതാം. പ്ലസ് 7 × M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എ സിംഗിൾ ന്യൂട്രോൺ. അതും തന്നിട്ടുണ്ടാവും 1.00807 ആറ്റോമിക് മാസ് യൂണിറ്റ്. മൈനസ് മാസ് ഓഫ് എ ന്യൂക്ലിയസ്, മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദ നൈട്രജൻ. അത് 14 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ 00307. ദിസ് മച്ച് ആറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷൻ തൽക്കാലം ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുമല്ലോ അല്ലേ? അധികം അപ്രോക്സിമേഷൻ ചെയ്യരുത്. ഒരു കാരണവശാലും അപ്രോക്സിമേറ്റ് ചെയ്യരുത്. ഇത്രയും തന്നെ ഒരു 5 ഡിജിറ്റ്സ് തന്നെ കീപ്പ് ചെയ്യണം പോയിന്റിന് ശേഷം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ചെയ്തു വരുമ്പോൾ 0.11243 ആറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടും. നമുക്ക് മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ വേണം അല്ലേ? മാസ് ഡിഫക്റ്റ് കിട്ടിയല്ലോ. ദിസ് മാസ് ഈസ് ഇക്വാലൻ ടു ഹൗ മച്ച് എനർജി? ഇത്രയും മാസാണ് എനർജി ആയിട്ട്, ഈ മാസിനെ നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ബൈൻഡിങ് എനർജി ആയിട്ട് കിട്ടുന്നത്. നമുക്കറിയാം 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഹൗ മച്ച് എനർജി പഠിച്ചിട്ടുണ്ടല്ലോ. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഇക്വാലൻ ടു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ആറ്റോമിക് മാസ് യൂണിറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ c² എന്ന് എഴുതാറുണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ, അത് യൂണിറ്റ് E=mc² മാച്ച് ആവാൻ വേണ്ടി അങ്ങനെ യൂണിറ്റ് എഴുതുന്നതാണ്. നമുക്ക് വാല്യൂ അറിഞ്ഞാൽ മതി. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് കൺവേർട്ട് ചെയ്താൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും.
അപ്പോൾ ഇവിടെ 0.11243 ആറ്റോമിക് മാസ് യൂണിറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ 0.11243 ഇൻറ്റു 1 യൂണിറ്റ് ഈസ് ഇക്വാലൻ ടു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ചെയ്തു വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 104.67 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ബൈൻഡിങ് എനർജി ഓഫ് എന്ത് നൈട്രജൻ ന്യൂക്ലിയസ്. ഓക്കെ.